കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എപ്പേർപ്പെട്ടവർക്കും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും പ്രിയ യൗവനക്കാർക്കും കുഞ്ഞുകുട്ടികൾക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. ലൂക്കോസിന് സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു: അങ്ങനെ യേശു പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. നിത്യ തേജോമയനായ ദൈവം ഒരു കന്യകയുടെ ഉദരത്തിൽ ഉരുവായി അവിടെ ഒതുങ്ങിക്കിടന്ന് ഒരു കല്ലടാവിൽ പ്രസവിക്കപ്പെട്ട് ഒരു പുൽത്തൊട്ടിയിൽ അവിടെ കൈകാലിട്ടടിച്ച് അവിടെ കിടന്ന് വളർന്ന് ആ യഹൂദ്യ ദേശത്തും യെരുശലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും മഗധ ദേശത്തും അങ്ങനെ കുറേ ദേശത്ത് ഒതുങ്ങി നിന്ന് കർത്താവായ യേശുക്രിസ്തു ഒരു ചെറിയ പടകിൽ കയറി നിൽക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവിന് വലിയ വൻ മാളികകൾ വേണമെന്നില്ല. പക്ഷേ മാളികകളിലും കർത്താവ് പോകും. കർത്താവിന് ശീമോന്റെ മണിമാളിക പോലെയുള്ള വലിയ കെട്ടിടങ്ങൾ വേണമെന്നില്ല. പക്ഷെ അവിടെ പോകും. അപ്പോൾ തന്നെ ബഥാനിയയിലെ ആ കൊച്ചു ഭവനത്തിൽ അവിടെയും കർത്താവ് പോകും. നമ്മുടെ കർത്താവ് എവിടെയും വരും. നമ്മുടെ യേശു സ്നേഹമാണ്. നിങ്ങളുടെ വീട് കൊച്ചു വീടാണോ? വാടകയ്ക്ക് കഴിയുന്ന ഒരു മുറി എന്ന് പറയാൻ പാകത്തിന് പ്രത്യേകിച്ച് ഒരു മുറി പോലും ഇല്ലാത്ത, എല്ലാം കൂടി ഒരൊറ്റ മുറി, അടുക്കള ഒരു മൂലയിൽ, ഭക്ഷണം കഴിക്കുന്നത് വേറൊരു മൂലയിൽ, കിടക്കുന്നത് വേറൊരു ഭാഗത്ത്, അങ്ങനെ എല്ലാം കൂടി ഒരൊറ്റ മുറി മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വീടിന്. ഞാൻ കഴിഞ്ഞ വർഷം അവിടെ മഹാരാഷ്ട്രയിൽ ബോംബെയിൽ നിന്നും കുറേ ദൂരെ ഔറംഗാബാദ് എന്ന സ്ഥലത്ത്, അവിടെ നിന്ന് ഉൾപ്രദേശത്ത് ഒരാഴ്ച AG ചർച്ചിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലുള്ള ഏതാനും ദൈവദാസന്മാർ ക്ഷണിച്ചതനുസരിച്ച് അവിടെ വേലയ്ക്ക് വേണ്ടി പോയി. ഞാൻ കണ്ടു, നമ്മുടെ നാട്ടിലെ ഒരു ആട്ടിൻ തൊഴുത്ത് പോലെയോ ഒരു വിറകുവര പോലെയോ ഒരു തൊഴുത്ത് പോലെയോ ഉള്ളതായ കൊച്ചു വീട്. ഇവിടെ നാട്ടിലുള്ള ചില തൊഴുത്തുകൾ പോലും വളരെ മനോഹരമാണ്. അവിടെ ചുമ്മാ ഷീറ്റ് വെച്ച്, വെറുതെ ഷീറ്റ് വെച്ച് അതിൻ്റെ മുകളിൽ കല്ല് വെച്ച്, വെറുതെ കല്ല് പണിത്, പൊക്കം വളരെ കുറഞ്ഞ വീടുകൾ ധാരാളം. ആ വീടുകളിൽ എല്ലാവരും തറയിൽ അപ്പനും മക്കളും മക്കളുടെ മക്കളും എല്ലാം കൂടി കിടന്നുറങ്ങുന്നു. ഒരു 200 സ്ക്വയർ ഫീറ്റൊക്കെ കാണും. അവിടെ ഒരു മൂലയിൽ അടുപ്പ്, എല്ലാം അവിടെ തന്നെ. ഞങ്ങൾ ആ വീടുകളിലെല്ലാം പോയി. പക്ഷെ ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം, ഞാൻ അനുഭവിച്ച സത്യം പറയാം. അനേകം മണിമാളികളില്ലാത്ത ദൈവസാന്നിധ്യം ആ പാവപ്പെട്ട കുടിലുകളിൽ ഞാൻ അനുഭവിച്ചു. ആ പാവപ്പെട്ട ജനം അവരുടെ ആ എളിമയിൽ ഉണ്ടാക്കി തന്ന കാപ്പി കുടിച്ചും ചായ കുടിച്ചും അവരോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചും നിസ്സാരതയിൽ നിന്നും എന്നെ എത്രത്തോളം ഉയർത്തി എൻ്റെ യേശുവിനെ സാക്ഷിച്ചും അവിടെ അതിരാവിലെ മുതൽ രാത്രി ലേറ്റ് ആകുന്നവരെ ആ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് സുവിശേഷം അറിയിച്ചും സാക്ഷ്യം പറഞ്ഞും ദൈവമക്കളോടൊത്ത് ഒരാഴ്ച ചിലവഴിച്ചത് എൻ്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, യേശുവിന് ഇന്ന സ്ഥലമെന്നില്ല. ഒരു കൊച്ചു വള്ളമാണോ? ഒരു കൊച്ചു വീടാണോ? മോനെ, നിന്റെ കൊച്ചു സാഹചര്യമാണോ? നിന്റെ കുഞ്ഞ് ഹൃദയമാണോ? നിന്റെ ഒരു അനേകം പോരായ്മകളുള്ള നിന്റെ ജീവിതമാണോ? കൊടുക്ക് യേശുവിന്. യേശു അത് വാങ്ങും. യേശു പരിഭവിക്കില്ല. നീ എനിക്ക് ഈ അഖിലാണ്ടത്തെ മുഴുവൻ നിർമ്മിച്ച സൃഷ്ടാവായ എനിക്ക് നീ കുഞ്ഞതാണോ തന്നതെന്ന് യേശു ചോദിക്കുകയില്ല. മോനെ, നിനക്ക് ദൈവവേലയ്ക്ക് കൊടുക്കാൻ ഒരുപക്ഷെ വലിയ എമൗണ്ട് ഒന്നും കാണുകയില്ല, ചിലപ്പോൾ 10 രൂപ കാണുകയുള്ളൂ. അത് കൊടുക്കുക. അതിൽ നിന്നും കർത്താവ് അത് 100ആയി 1000ആയി ലക്ഷങ്ങളായി കർത്താവ് വളർത്തും. ഞാൻ പറയുന്ന അനുഭവത്തിൽ നിന്നാണ്. എൻ്റെ മാതാപിതാക്കൾ കൂലിപ്പണിക്കാരായിരുന്നു. ആഹാരത്തിന് മാർഗം ഉണ്ടായിരുന്നില്ല. നല്ല വസ്ത്രത്തിന് മാർഗം ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കുടുംബത്തിൽ. എന്തിന്?
എൻ്റെ ചേട്ടൻ 10ാം ക്ലാസ് പഠിച്ചതിന് ശേഷം 15 രൂപ മതി പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ. 15 രൂപ കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 ആൺമക്കൾ, ഞങ്ങൾ 3 പേർക്കും പഠിക്കുവാൻ ബസ്സിന് പോകാൻ 10 പൈസ മതി. അന്ന് കിലോമീറ്ററുകൾ നടന്ന് ഞങ്ങൾ സ്കൂളിലും കോളേജിലും പോയിട്ടുണ്ട്. വെളുപ്പം കാലത്ത് 3:30-ക്ക് 3 മണിക്കോ 4 മണിക്കോ എഴുന്നേറ്റ് റബ്ബർ തോട്ടത്തിൽ പോയി, മറ്റുള്ളവരുടെ റബ്ബർ തോട്ടത്തിൽ പോയി റബ്ബർ വെട്ടി, ഞാൻ മണ്ണെണ്ണ വിളക്ക് കാണിക്കും, എൻ്റെ സഹോദരങ്ങൾ റബ്ബർ വെട്ടും, ഞങ്ങൾ ഒരുമിച്ച് പാലെടുത്ത് ഉറയൊഴിച്ച് അങ്ങനെ കോളേജിലും സ്കൂളിലും പോയ കാലങ്ങൾ ഒന്നും മറന്നിട്ടില്ല, മറക്കുകയുമില്ല. കർത്താവ് ആയുസ് തരുന്നിടത്തോളം കാലം, കർത്താവ് ഓർമ്മ തരുന്നിടത്തോളം കാലം എവിടെ നിന്നാണ് യേശുക്രിസ്തു എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിച്ചതെന്ന് അതോർക്കുകയും അതോർത്ത് നന്ദിയുള്ളവനാകുകയും അതോർത്ത് ഞാൻ കർത്താവിനെ ആരാധിക്കുകയും ചെയ്യും. സ്തോത്രം. ഞാൻ ഓർക്കുന്നു പ്രിയരെ, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുപോകാൻ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും കൊണ്ടുപോയാൽ തന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ദുർഗന്ധം വമിക്കുന്ന ചാക്കരയുടെ ചോറ്, അത് വളരെ സങ്കടകരം. ചിലപ്പോൾ അമ്മ മുളകിടിച്ച ചമ്മന്തി തരും. അതൊക്കെ മറ്റ് കൂട്ടുകാരുടെ മുമ്പിൽ വല്ലപ്പോഴുമെങ്കിലും ചോറ് കൊണ്ടുപോകുമ്പോൾ മറ്റു കൂട്ടുകാരുടെ മുമ്പിൽ 2-3 കൂട്ടം കറികളും നല്ല കുത്തരിയുടെ ചോറുമായി നിൽക്കുന്ന കൂട്ടുകാരുടെ മുമ്പിൽ വെട്ടപ്പെടാൻ വിഷമുള്ളതുകൊണ്ട് ഇച്ചിരി മാറി നിന്ന് ഭക്ഷണം കഴിച്ചതെല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഉപ്പുമായിരുന്നു പ്രതീക്ഷ. പക്ഷേ ചില ദിവസങ്ങളിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ചാക്കോച്ചേട്ടൻ അവധിയായിരിക്കും. ആ ദിവസങ്ങളിൽ എത്രയോ ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ ക്ലാസ് റൂമിലിരുന്ന് വിതുമ്പിയിട്ടുണ്ട്. സ്കൂളിലെ കിണറിൽ നിന്നും വെള്ളം കോരി കുടിച്ച് വയറു നിറച്ച കാലങ്ങൾ ഞാൻ ഇന്നും ഓർക്കുന്നു. ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് സ്കൂൾ ആനിവേഴ്സറിയാണ് വൈകിട്ട്. രാവിലെ മുതൽ കുട്ടികൾ വരണമെന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞു. ഞാൻ അതിരാവിലെ വീട്ടിൽ നിന്ന് പോയി. ഒന്നും കഴിച്ചല്ല പോയത്. ഉച്ചയ്ക്ക് കഴിച്ചില്ല, എനിക്കില്ല. നല്ല നല്ല സമ്പത്തുള്ള വീട്ടിലെ കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ കൊടുത്തുവിടുന്ന പൈസ കൊണ്ട് അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചും ചായക്കടയിൽ നിന്ന് പലഹാരം വാങ്ങിച്ചൊക്കെ കഴിക്കുന്നു. ഞാൻ അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഉച്ചയ്ക്ക് കഴിച്ചില്ല, വൈകുന്നേരവും കഴിച്ചില്ല, വൈകിട്ടും കഴിച്ചില്ല. ഞാൻ ആനിവേഴ്സറി നടന്ന പന്തലിൽ ക്ഷീണിതനായി അവശനായിരിക്കുമ്പോൾ എന്നെ അന്വേഷിച്ച്, രാവിലെ വീട്ടിൽ നിന്ന് പോയ എന്നെ അന്വേഷിച്ച്, വൈകിട്ടായിട്ടും എത്താത്ത എന്നെ അന്വേഷിച്ച് എൻ്റെ മൂത്ത സഹോദരൻ, വർഷങ്ങൾക്കും മാറുന്ന കാര്യമാണ്, വന്നതും എന്നെ വിളിച്ചുകൊണ്ടുപോയി ഒരു കടയിൽ നിന്നും ഒരു പലഹാരം വാങ്ങിച്ചു തരാൻ ശ്രമിച്ചപ്പോൾ ആ കട അടച്ചുപോയി. ഞാൻ അന്ന് സങ്കടത്തോടെ അതേ സ്കൂളിൻ്റെ കിണറിൽ നിന്നും വെള്ളം കോരി കുടിച്ച് രാത്രി വൈകി വീട്ടിൽ വന്നത് ഒരു കൊച്ചു കുഞ്ഞായിരുന്ന എൻ്റെ അന്നത്തെ അനുഭവം ഞാൻ ഇന്നും ഓർക്കുന്നു. അന്നെല്ലാം സ്വപ്നങ്ങൾ തകർന്നു പോയ കാലങ്ങൾ. എല്ലാവർക്കും ഉണ്ട്, എനിക്കില്ല. എല്ലാവർക്കും ഭക്ഷണമുണ്ട്, എനിക്കില്ല. എല്ലാവർക്കും അവരുടെ മാതാപിതാക്കൾ സ്കൂൾ ആനിവേഴ്സറിയിൽ ചെലവഴിക്കാൻ പൈസ കൊടുത്തു വിടുന്നുണ്ട്, എനിക്കില്ല. നിരാശപ്പെട്ട കാലങ്ങൾ. എൻ്റെ പ്രിയരെ, ഞാൻ ഇതെല്ലാം സത്യമാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇന്നും ഓർക്കുന്നു, ഞാൻ പഠിച്ച സ്കൂളിൻ്റെ പിറകിൽ ഒരു ഗന്ധരാജൻ എന്ന് പറഞ്ഞ ഒരു വൃക്ഷമുണ്ട്. ഒരു വെള്ളപ്പൂ ഉണ്ടാകുന്ന നല്ല പച്ച ഇലയുള്ളതായ, ഞാൻ ഇപ്പോഴും അത് കണ്ടുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഒരു ചെടിയുടെ ചുവട്ടിൽ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന വിജയൻ എന്ന എൻ്റെ കൂട്ടുകാരൻ്റെ അവൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വായിലൊരു നാരങ്ങ മുട്ടായി ഇട്ടുകൊണ്ട് വന്നതിൻ്റെ ആ ഒരു സുഗന്ധം എൻ്റെ കാതിൽ അലയടിച്ചപ്പോൾ എനിക്കത് കഴിക്കാൻ ഭയങ്കര കൊതി. എനിക്കില്ല. ഞാൻ അവനെ ക്ലാസ് റൂമിൽ നിന്ന് വിളിച്ച് ഈ ഗന്ധരാജൻ ചെടിയുടെ അരികിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ചോദിച്ചു, എടാ, നിൻ്റെ വായിൽ കിടക്കുന്ന മുട്ടായി എനിക്ക് തരാമോ? അവനത് തന്നു. ഞാൻ വാങ്ങി തിന്നുകയും ചെയ്തു. എൻ്റെ പ്രിയരെ, ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. പക്ഷെ ഞാനതെല്ലാം ഓർക്കും, ഇടയ്ക്കെല്ലാം ഓർക്കും. എന്തിനതെല്ലാം ഓർക്കുന്നത്? എവിടെ നിന്നാണെന്ന് കർത്താവ് ഉയർത്തിയതെന്ന് ചിന്തിക്കാനും സ്തുതിക്കാനും. നിസ്സാരതയിൽ നിന്നാണ് എൻ്റെ കർത്താവ് എന്നെ ഉയർത്തിയത്. ആ ദൈവം നിങ്ങളെ ഉയർത്തും. നമ്മുടെ ജീവിതം നിസ്സാരമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ ജീവിതപ്പടകിലേക്ക് യേശു വരും. ഒരുപക്ഷെ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ സംസ്ഥാന മന്ത്രിമാരോ ഒരുപക്ഷെ ഒരു MLA പോലും, എന്തിനാ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും നിങ്ങളുടെ വീട്ടിൽ കടന്നു വന്ന് ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് കുശലം പറയാനോ ഒരു സമയം കണ്ടെത്തിന്നിരിക്കുകയില്ല. എന്നാൽ സകല പ്രപഞ്ചത്തെയും നിർമ്മിച്ച എൻ്റെ ജീവനുള്ള ക്രിസ്തു, എൻ്റെ കർത്താവായ യേശു ക്രിസ്തു, മകനെ, നിന്റെ ചെറ്റക്കുടിൽ വരും.
മകളെ, നിന്റെ ബലഹീന സാഹചര്യങ്ങളിൽ യേശു വരും. യേശു അവിടെ വന്നാൽ, ഹല്ലേലൂയ, യേശു വന്നാൽ, അത്യുന്നതൻ കാലെടുത്ത് വെച്ചാൽ അവിടെ മഹാത്ഭുതം നടക്കും. ഇന്നത്തെ സ്ഥിതി മാറും, ഇന്നത്തെ അവസ്ഥ മാറും, ഇന്നത്തെ പരാധീനതകൾ മാറും, ഇന്നത്തെ രോഗങ്ങൾ മാറും, ഇന്നത്തെ അസമാധാനങ്ങൾ മാറും, ഇന്നത്തെ ദുഃഖങ്ങൾ മാറും. നിങ്ങളുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയും, നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. എൻ്റെ പ്രിയരെ, ഈ ഭൂമിയിൽ കർത്താവ് ജീവിക്കാനുള്ളത് കർത്താവ് എനിക്ക് തന്നു, എൻ്റെ കുടുംബത്തിന് തന്നു, ആഹാരം കഴിക്കാനുള്ളത് തന്നു, ആർക്കെങ്കിലുമൊക്കെ അല്പമെങ്കിലും കൊടുക്കാനും കർത്താവ് തന്നു. പക്ഷേ അതിലെല്ലാം ഉപരിയായി ഞാൻ സന്തോഷിക്കുന്നത് സ്വർഗത്തിൻ്റെ ഉടമസ്ഥനായ എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വന്നു, എൻ്റെ കുടുംബത്തിൽ വന്നു. ഞങ്ങൾ ഇന്ന് ആ സ്വർഗീയ സമാധാനം അനുഭവിക്കുന്നു. ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നത് ആരും നിർബന്ധിച്ചിട്ടല്ല, ആരും പ്രോത്സാഹിപ്പിച്ചിട്ടുമല്ല. ഒരുപക്ഷെ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ, അതും ഞങ്ങൾ നോക്കുന്നില്ല. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ഞങ്ങളെ ഉയർത്തി യേശുവിനെ ഉയർത്തുക, ഞങ്ങളെ സ്നേഹിച്ച യേശുവിനെ സ്നേഹിക്കുക, ഞങ്ങളെ കരുതി യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദൗത്യം. കർത്താവിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ജീവനുള്ള ദൈവം തൻ്റെ ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് ചോദിച്ചു, ഓ, ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ഓ, മുഴങ്കാൽ മടക്കി എനിക്ക് ഇതേ പറയാനുള്ളൂ, അടിയനിതാ, അടിയനെ അയക്കണമേ. എൻ്റെ പ്രിയരെ, ആ സമർപ്പണം നിങ്ങൾ ഓരോരുത്തരും എടുത്താൽ നിങ്ങളെ കർത്താവ് തൻ്റെ കരങ്ങൾ വഹിക്കും. നിങ്ങളുടെ ബലഹീനതകൾ മാറ്റി, നിങ്ങളുടെ പോരായ്മകൾ മാറ്റി, നിങ്ങളുടെ കുറവുകൾ മാറ്റി, നിങ്ങളുടേതായ ജീവിതം മാറ്റി നിങ്ങളെ കർത്താവ് തൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കും. നിങ്ങളുടെ ജീവിതം ധന്യമാകും, നിങ്ങളുടെ ജീവിതം ഉറപ്പുള്ളതാകും. എന്നെ കരുതാൻ സ്വർഗത്തിലൊരു അപ്പനുണ്ടെന്നുള്ള ഉറപ്പോടെ നിങ്ങളുടെ ജീവിതം ധൈര്യത്തോടെ, പ്രസന്നതയോടെ, സമാധാനത്തോടെ, ഒരു പ്രതിബന്ധങ്ങളെയും ഒരു പ്രതിസന്ധികളെയും കണ്ട് ഭയപ്പെടാതെ ആ പ്രതിസന്ധികളെ ഓവർകം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യേശുവിനോടുകൂടെ ധൈര്യമായി യാത്ര ചെയ്യാം. യേശുവിൻ്റെ കരത്തിൽ പിടിച്ച് യാത്ര ചെയ്യാം. യേശു നിങ്ങളുടെ കരത്തിൽ പിടിച്ച് യാത്ര ചെയ്യുന്ന അത്യന്തം ശ്രേഷ്ഠകരമായ അനുഭവത്തിലൂടെ നിങ്ങൾക്കും നടക്കാം. ആ ഭാഗ്യപദവിക്കായി കർത്താവ് നിങ്ങളെ മാടി വിളിക്കുന്നു. കൊടുക്കൂ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക്, വീഴൂ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക്, അപ്പാ എന്ന് വിളിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കൂ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, ധന്യമായി തീരും. അതിന് കർത്താവ് ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് എല്ലാവരെയും നടപടിയായി അനുഗ്രഹിക്കും.